വീണ്ടും അജ്ഞാതന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ലഷ്കറിന്റെ സഹസ്ഥാപകനായിട്ടുള്ള ആമിർ ഹംസ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലാണ്. തട്ടിപ്പോകും എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വരുന്നത്. എന്താണ് സർ കൂടുതൽ വിവരങ്ങൾ വല്ലതും? ഇതിനിടയ്ക്ക് തട്ടിപ്പോയി എന്ന് പറഞ്ഞ വാർത്ത വന്നു, ചത്തു എന്ന് പറഞ്ഞ വാർത്ത വന്നു. പക്ഷെ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, അത് അൺകൺഫേംഡ് ആണ്, അവരിതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ അയാളൊരു ടെലിവിഷൻ ചാനൽ സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്ക് പോയിട്ട് വന്നപ്പോൾ എതിരാളികൾ വന്ന് ബൈക്കിലോ ഒറ്റ വന്ന് വെടിവെച്ച് വെച്ചാൽ പോയതാ. വെടി കൊണ്ടത് ഉന്നം തെറ്റിപ്പോയിരിക്കണം, അതുകൊണ്ടാണ് ചാവാത്ത. പക്ഷെ ഇത് രണ്ടാം തവണയാണ്. എന്താ ചെയ്യുക, ചില ആൾക്കാരെ വെടിവെച്ചാലും ചാവില്ല, ഉന്നത്തിൽ കൊള്ളില്ല എന്ന് പറഞ്ഞാലേ ഒന്ന് വഴച്ചാൽ മൂന്ന് അടുത്ത തവണ ശരിയാവുമായിരിക്കും. അയാൾ പോണത് ഒരു വലിയ ഉപകാരമാണ്. കാരണം ആഗോള ടെററിസ്റ്റ് അയാൾ, ഭീകരൻ, ആഗോള ഭീകരൻ. അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചാണ് ആഗോള ഭീകരൻ. ഇയാള് ലഷ്കർ എ തയ്യബ അത് സ്ഥാപിക്കുന്നത് 1985-86 കാലഘട്ടത്തിലാണ്. ഹഫീസ് സയ്യദ് എന്ന് പറഞ്ഞ മറ്റൊരു ഭീകരൻ അയാളുടെ കൂടെ. അപ്പൊ അയാൾ ഇപ്പൊ പാകിസ്ഥാനിൽ ഫുൾ പ്രൊട്ടക്ഷനോട് കൂടിയാണ് താമസിക്കുന്നത്. അയാളും ഈ അമീർ ഹംസയും കൂടിയാണ് നമ്മുടെ ബോംബെയിലെ താജ്മഹൽ ഹോട്ടലൊക്കെ ആക്രമിച്ചില്ലേ, അജ്മൽ കസബിനൊക്കെ പറഞ്ഞു വിട്ടില്ലേ എവിടേക്ക്, അതാ അവര് ചെയ്തതാ. അത് മാത്രമല്ല, കുറെ അധികം ഭീകര പ്രവർത്തനങ്ങൾ അയാൾ നടത്തിയിട്ടുണ്ട്. കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങൾ ഒരു കാലത്ത് ഈ ലഷ്കർ എ തയ്യബയുടെ കുത്തകയായിരുന്നു. അവർക്ക് കേരളം വരെ അവർക്ക് സ്വാധീനമുണ്ട്. കേരളത്തിലുള്ള ഒരു ടെലിവിഷൻ ചാനലിന് അവരുമായിട്ട് ബന്ധമുണ്ടെന്നാണ് എല്ലാവരും പറയണേ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ, എന്നാലും എല്ലാവരും പറയുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വരെ പറഞ്ഞിട്ടുണ്ട് ഈ ടെലിവിഷൻ ചാനലിന് പല ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്, അതിലൊന്ന് ലഷ്കർ എ തയ്യബയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇയാളുടെ പ്രശ്നം, ഇയാൾ കാശ്മീരിലെ ഭീകരവാദ ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തി കുറേ പേര് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, കാശ്മീരി പണ്ഡിറ്റുകളെ കൊന്നൊടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്താൽ കൊല്ലുക അവർ. അതുപോലെ തന്നെ ഈ എന്താ ഇവരുടെ തുടക്കം അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനൊക്കെ ആയിട്ട് ഇവർക്ക് സഖ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇവർ ഭീകര പ്രവർത്തനം ഇങ്ങനെ എളുപ്പമാണ് ആൾക്കാരെ കൊല്ലാൻ പറ്റുന്നത് മനസ്സിലാക്കണം. പ്രജിതയ്ക്ക് അറിയോ, 2005 മറ്റുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലൊരു വെടിവയ്പുണ്ടായി, 5-6 പേര് മരിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ലഷ്കർ എ തയ്യബ, ഇയാളുടെ ബ്രെയിനാണ്, ഇയാളാണ് പറഞ്ഞു കൊടുത്തത് മുഴുവൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇയാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നും പറയണ്ട, എനിക്കറിയില്ല. അത് ഒരു ശ്രുതി ഉണ്ടായിരുന്നു, ഇയാൾ അവിടേക്ക് ഉണ്ടായിരുന്നു, സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ 2025 കാര്യം പറഞ്ഞല്ലോ, അത് അന്ന് പ്രശ്നം ഉണ്ടാകുന്നത് എന്താ പറയാ, അന്ന് വെടിയേറ്റ് അത് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് വീട്ടിൽ വെച്ചിട്ടാണ്. വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇതിൽ നിന്നാണ് അന്ന് രക്ഷപ്പെടുന്നത് ഇയാള്. അതിനുശേഷമാണ് ഇപ്പോ കാത്തിരുന്ന് ഇന്ന് ഈ വാർത്ത നമ്മള് അറിയുന്നത്. ഇവരൊക്കെ പാകിസ്ഥാൻ ആർമിയുടെ, പാകിസ്ഥാൻ കമാൻഡോസിന്റെ ഫുൾ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇവരൊക്കെ മൂവ് ചെയ്യണത്. കാരണം അവരെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് പാകിസ്ഥാനാണ് ഇന്ത്യക്കെതിരായിട്ട്. ഇപ്പം നമ്മുടെ ഒരു വലിയ അധോലോക നായകനുണ്ടല്ലോ, ദാവൂദ് ഇബ്രാഹിം, അദ്ദേഹം കറാച്ചിയിലെ ക്ലിഫ്റ്റൺ പാർക്കിലാണ് താമസിക്കുന്നത്. അവിടേക്കൊന്നും സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റൂല എന്നാണ് പറയണ്ടത്. ഭയങ്കര പ്രൊട്ടക്ഷനാണ്, രാഷ്ട്ര തലവന് കിട്ടണേക്കായും വലിയ പ്രൊട്ടക്ഷനാണ് ദാവൂദ് ഇബ്രാഹിമിന് കൊടുത്തിരിക്കുന്നത്. അയാൾക്ക് ആഗോള ഭീകരൻ എന്നാണ് അയാളെ അമേരിക്ക ഡിക്ലെയർ ചെയ്തത്. എന്നിട്ടും അയാളൊന്നും ചെയ്യാൻ പറ്റണില്ല അവർക്ക്. ഇവൻ താലിബാന്റെ ചീഫായിരുന്നല്ലേ, എന്താ അയാളുടെ പേര്, ഒസാമ ബിൻ ലാഡനെ അവർ കൊന്നില്ലേ. എന്നിട്ടും കൂടി ഈ കറാച്ചിയിൽ താമസിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിനെ പിടിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. എനിവേ, നമ്മളിപ്പോൾ ഈ അമീർ ഹംസനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിലേ ഒരു കാര്യമുണ്ട് പ്രജിത, ഇവർ തമ്മിൽ നല്ല കുടിപ്പകയുണ്ട്, ഈ ലഷ്കർ എ തയ്യബയ്ക്കകത്തുള്ള നേതാക്കന്മാർ തമ്മിലും. അതുപോലെ എന്താ മറ്റേ വേറൊരു ഓർഗനൈസേഷൻ ഹർക്കത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ദെൻ ജയ്ഷെ മുഹമ്മദ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ സംഘടനകളുണ്ട് ഈ പാകിസ്ഥാൻ. അതെ, അവരിപ്പോ എന്താ വെച്ചാൽ ഓപ്പറേഷണൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറെ എണ്ണത്തിന് പടച്ചു വെച്ചാണ്. അതിൽ ഇവര് ബിസിനസ് ക്ലാഷ് ഉണ്ട്. ഇവരുടെ പ്രധാന ബിസിനസ് ഓപ്പിയം കൃഷിയും പിന്നെ അതിൻ്റെ ഡീലിങ്സും ആണ്. അഫ്ഗാനിസ്ഥാനിലാണല്ലോ ഏറ്റവും കൂടുതൽ ഓപ്പിയം കൃഷി നടക്കുന്നത്, ഹെറോയിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇവർക്ക് എന്താ പറയുക, ഓപ്പിയം ഇവർ വിദേശത്ത് യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്കും അതുപോലെ ഇന്ത്യയിലേക്കും ഒക്കെ കടത്തിവിടുന്ന ഈ പാകിസ്ഥാൻ ലഷ്കർ എ തയ്യബയും പിന്നെ ജയ്ഷെ മുഹമ്മദുമായിട്ടുള്ള സംഘടനകളാണ്. അപ്പം അതിൽ ഈ ലാഭത്തിൻ്റെ വീതം
അത് ഒന്നും രണ്ടും ഒന്നുമല്ല, കോടികളോടാണ് സമ്പാദിക്കണം മുഴുവൻ, കോടികൾ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഈ ബോംബെക്ക് അടുത്തുള്ള ഒരു പോർട്ടുണ്ട്, മുന്ദ്ര എന്ന് മുദ്ര. പറഞ്ഞിട്ടുള്ള അദാനിയുടെ പോർട്ടിൽ നിന്ന് 3000 കോടി രൂപയുടെ ഡ്രഗ് പിടിച്ചെടുത്തു. ഓർമ്മയുണ്ടോ? പേപ്പറിൽ ഹെഡ്ലൈനായിട്ട് വന്നതാണ്. ഇന്ത്യൻ റവന്യൂ ഇന്റലിജൻസും പിന്നെ കസ്റ്റംസും കൂടി ചേർത്താണ് പിടിച്ചത്. 3000 കോടി എന്നാണ് അവർ പറയണത്. മിക്കവാറും അതിൽ കൂടുതലൊക്കെ കാണും. അതൊക്കെ ഇവരുടെ എന്താ പറയുന്ന കമ്മോഡിറ്റി, ഇവരുടെ കൺസൈൻമെൻ്റ് ആണ്. ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാനും അതുപോലെ ഇന്ത്യ ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആയിട്ട് ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് മറ്റു പലയിടത്തേക്ക് കടത്തിവിടാനൊക്കെ ആയിട്ട്. അപ്പം ലക്ഷദ്വീപ് അവരുടെ ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ലക്ഷദ്വീപിലെ നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ സോക്കോൾഡ് മോഡറേറ്റ്സും പിന്നെ സെക്യുലറിസ്റ്റുകളും ലിബറലിസ്റ്റുകളും ഒക്കെ കൂടി അതിനെ എതിർത്തത്. ഒന്നും പറ്റുമൊന്നുമില്ല, ലക്ഷദ്വീപിലെ ആൾക്കാർ മുഴുവൻ സമാധാന പ്രിയരാണ്. അത് പറഞ്ഞു തീരണതിന് മുമ്പ് 2-3 കൺസൈൻമെന്റ്, ഇറാനിയൻ കൺസൈൻമെന്റ് അവർ അവിടെ വെച്ച് പിടിച്ചു, മയക്കുമരുന്ന്, കോടികൾ വിലയുള്ള. അപ്പൊ ഇത് പ്രധാനമായിട്ട് ഈ അജ്ഞാതര് പോയി വെടിവെച്ചു എന്നു പറയുന്നത് മിക്കവാറും അവരുടെ തന്നെ ആൾക്കാരായിരിക്കുമല്ലോ ചെയ്തത്. അവരുടെ തന്നെ ആൾക്കാർ തന്നെ, സംശയം ഉണ്ടാവില്ല. പാകിസ്ഥാൻ പട്ടാളാവില്ല, പക്ഷേ ഈ ലഷ്കർ ഇ തയ്യബയുടെ ആൾക്കാരും പിന്നെ അതുപോലെ ജയ്ഷെ എ മുഹമ്മദിന്റെ ആൾക്കാരോ ഹർക്കത്തുൽ മുജാഹിദിന്റെ ആൾക്കാരോ അവരൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇത്. കാരണം ഇയാൾ പൈസ മേടിച്ചിട്ട് അല്ലെങ്കിൽ കൺസൈൻമെന്റ് കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇതിനിടയിൽ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്നതാണല്ലോ ഈ അജ്ഞാതന്റെ വെടിയേൽക്ക്. നമുക്കറിയാം പലരെയും ഇല്ലാതെ ആക്കുന്നതൊക്കെ കാണുന്നത്. സത്യത്തിൽ നമുക്കിപ്പോ ആര് തന്നെ ആയാലും ഇന്ത്യയുടെ ശത്രുക്കളാണ്, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ സാറേ ഇല്ലാതെ ആകുന്നത് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്ന പോസ്റ്റ് മുഴുവൻ തട്ടി എന്ന് പറഞ്ഞിട്ട്, കാരണം ഇന്ത്യയിൽ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ മുഴുവനും ഈ വാർത്ത സന്തോഷത്തോടു കൂടിയേ കേൾക്കുള്ളൂ. പിന്നെ അടുത്ത് ചത്തില്ല എന്നുള്ള വാർത്ത വരുമ്പോഴാണ് അവർക്ക് കുറച്ച് നിരാശ വരണേ. ഇതുപോലുള്ള കുറെ എണ്ണം ചത്തുപോയി ഒടുങ്ങിയാൽ മാത്രമേ ഇന്ത്യക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പോയിന്റ് ബ്ലാങ്കിലൊക്കെ വെടിയേറ്റു. ഇത് രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഗുരുതരാവസ്ഥയിലൊക്കെ കിടക്കുമ്പോൾ ഈ അജ്ഞാതനെ എവിടം വരെ കയറി കളിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടിയാണിത്. അതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നതുമല്ലോ. സാറിപ്പോ പറഞ്ഞല്ലോ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ മാസ്റ്റർ ബ്രെയിനുകളിൽ ഒന്നാണ് ഈ ഇപ്പോ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഈ തീവ്രവാദി. അതെ അതെ, ഇയാളുടെ ബോസില്ലേ ഹഫീസ് സായിദ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാള് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചിട്ടാണ് അജ്മൽ കസബിനൊക്കെ ഡയറക്ഷൻ കൊടുത്തോണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഇത് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്നു. ഒന്ന് ആലോചിച്ച് അവരെങ്ങനെ ഇന്ത്യയിലെത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ അറേബ്യൻ സീയിൽ അവർക്ക് വൻ സ്വാധീനമുണ്ട്. എങ്ങനെയാണെങ്കിലും മത്സ്യബന്ധന ബോട്ടുകളുടെ ഏതിൻ്റെങ്കിലും ഒരു പേര് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കയറി പോരാം. അതുകൊണ്ടാണ് ഈ മത്സ്യബന്ധന ബോട്ടുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് ഭയങ്കര ദേഷ്യം. അതിൻ്റെ ഉടമസ്ഥന്മാർ മൊത്തം കോയമാരാ, അവർക്ക് കാശ് കിട്ടുന്നുണ്ടാവുകയെ. അവരെന്തിനാ ഇത് മത്സ്യബന്ധന ബോട്ടുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് അവരെന്തിനാ എതിർക്കണ? എന്തിനാ? ഇത് തന്നെ പ്രശ്നം. ഇതിൽ നിന്നൊക്കെ ഒരു ഓഹരി കിട്ടുമല്ലോ. പിന്നെ മുഴുവൻ അവർ കൊല്ലുകയാണെങ്കിൽ മുഴുവൻ ഹിന്ദുക്കളല്ലേ കൊല്ലുള്ളൂ. അതുപോലെ തന്നെ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, സാർ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആർമിയെ ശക്തിപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ നാവിക സുരക്ഷ, സമുദ്രങ്ങൾ നമ്മുടെ സുരക്ഷിതമാക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സും എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണവും. മുംബൈ ഭീകരാക്രമണത്തിന് ഭീകരവാദികൾ എത്തിയത് ഇങ്ങനെയാണ്. അപ്പോൾ തീരദേശ സുരക്ഷ ശക്തമാക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയാണ് നമുക്ക് കൃത്യമായി മനസ്സിലായി എന്നുള്ളതാണ്. കോസ്റ്റ് ഗാർഡ് അല്ലേ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുമ്പോൾ ഇനിയും ശക്തി പ്രാപിക്കേണ്ടിയിരിക്കണം. കാരണം അമേരിക്കയിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയേറിയ സംഘടനയാണ്, വളരെ അധികാരമുള്ള സംഘടനയാണ്. ഈ അമേരിക്കയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറി പാർക്കുന്ന ഒരു ബോട്ട് വഴി വരുന്നവരൊക്കെ ഉണ്ട്. ഒരൊറ്റ ബോട്ടും അമേരിക്കൻ ടെറിട്ടറിയിൽ അനധികൃതമായിട്ട് ഇപ്പോൾ കയറാൻ പറ്റില്ല. കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനങ്ങൾ, കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ, കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട്സ് അവർ മുഴുവൻ ശക്തിയായ മോണിറ്ററിങ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു മോണിറ്ററിങ് സംവിധാനം നമുക്ക് വേണം ഇവിടെ, അല്ലാതെ നമുക്ക് ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. അത് മാത്രമല്ല,
നേരത്തെ ഇൻഫർമേഷൻ കൊടുക്കുക. അനധികൃതമായി ആര് കയ്യേറി എവിടേക്ക് കുടിയേറി പാർക്കാൻ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ അവരെ കൊല്ലും എന്നുള്ള കാര്യം അഡ്വാൻസ് ആയിട്ട് വാൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വരില്ല ഇവിടേക്ക്. അപ്പോൾ അങ്ങനെ ശക്തിയായ ഒരു നിലപാട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ മൂന്നാമത്തെ ഒരു വിമാനവാഹിനി കപ്പലിനെ ഓർഡർ ചെയ്തിട്ടുണ്ട്, INS വിശാൽ എന്ന് അതെ. പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ വിശാൽ പോലെ ഫ്രിഗേറ്റുകളും പിന്നെ ഡെസ്ട്രോയറുകളും ഗൺ ബോട്ടുകളും മിസൈൽ ബോട്ടുകളൊക്കെ നമുക്ക് വേണ്ടി വരും ഇവരിൽ നിന്ന്. അതുമാത്രമല്ല ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി, അതുപോലെ ഇന്ത്യ ചൈനീസ് അതിർത്തി, അവിടെ മുഴുവൻ ഇനിയും എന്താ പറയണേ നിരീക്ഷണം ശക്തിപ്പെടുത്തേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ നാവിക് ഉപഗ്രഹ വാർത്താ സംവിധാനം ഉണ്ടായിരുന്നു. അതിപ്പോൾ അതിപ്പോൾ 2 എണ്ണമൊക്കെ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. കാരണം അത് നമ്മുടെ ഇന്ത്യൻ നിർമ്മിത GPS അതിപ്പോൾ ലിറ്ററലി അത് പ്രവർത്തിക്കണില്ല എന്നുള്ളതാണ്. അത് പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ അതിർത്തികൾ വഴി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന വിവരങ്ങളും ആൾക്കാരെയും ഒരു റിയൽ ടൈം ഡാറ്റ നമ്മുടെ കൺട്രോൾ റൂമിൽ കിട്ടുമായിരുന്നു ഇന്ത്യയുടെ സുരക്ഷാ സൈന്യങ്ങളുടെ. ഇപ്പോൾ ഈ സാറ്റലൈറ്റ് ഡെഡായത് കാരണം ആ സംവിധാനം പ്രവർത്തനക്ഷമമല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇവരുടെ പ്രശ്നം ഇന്ത്യ പിടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് അവർ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഹിന്ദുക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്ര നിഷ്പ്രയാസമായിട്ടാണ് അവരെ AK-47 AK-52 അങ്ങനെയൊക്കെയുള്ള തോക്കുകളും മിസൈൽ ലോഞ്ചേഴ്സും ഒക്കെ അവർ സംഘടിപ്പിച്ച് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവർ എന്നും ഇന്ത്യയുടെ ഒരു അക്കിലസ് ഹീലായിട്ട് അവശേഷിക്കുക. വളരെ അപകടകാരികളായ തീവ്രവാദ സംഘടനകളാണ്. പിന്നെ അവരുടെ ഇടയിലുള്ള കുടിപ്പകയും അതൊക്കെയാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരുത്തനെ കൊല്ലണേയും അല്ലെങ്കിൽ ചത്തുപോകണയൊക്കെ ഉള്ളത്. പൈസ വീതം വയ്ക്കാനാണ് ഓവർ ദ ടേബിൾ ഡീലിങ്സ്. മേശപ്പുറത്ത് പൈസ വീതം വെച്ചിട്ടില്ലെങ്കിൽ കൊല്ലും. അത് അധോലോക സംഘങ്ങളുടെ വേർഷനാണ്. എവിടെ പോയി കഴിഞ്ഞാലും ഈ പുലികൾക്ക് അതിൻ്റെ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്വഭാവം അത് എവിടെ പോയാലും കാണിക്കും. അണ്ണാറക്കണ്ണൻ എങ്ങനെയാണെങ്കിലും മരകേറ്റം മറക്കില്ലല്ലോ. അതേപോലെ ഈ ഭീകരവാദികൾക്കും ചില പ്രത്യേക സ്വഭാവമുണ്ട്. അവർ ഒന്ന് ഇൻഡോക്ട്രിനേറ്റ് ചെയ്താൽ വിട്ടിരിക്കണം. ഒന്ന് ഖുർആൻ വായിക്കാത്തവരെ മുഴുവൻ കൊല്ലുക, പിന്നെ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലുക. അതും പറഞ്ഞിട്ടാണ് ഇങ്ങടേക്ക് വിട്ടേക്കണം മുഴുവനും. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കൗതുകകരമായ വാർത്ത അമീർ ഹംസേനെ പോലുള്ളവരുടെ നമുക്ക് ഏതായാലും കഴിയുന്ന വേഗം പ്രാർത്ഥിക്കാം അയാളുള്ള നേരത്തെ തീർന്നു പോകണേന്ന്. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല നമുക്ക്. മറ്റേവനെയും കൊല്ലണം, അതുപോലെ ഹഫീസ് സയ്യിദ് അയാളെയും കൊല്ലണം. ഒരു അജ്ഞാതൻ അയാളുടെ പുറകെ കൂടി വരട്ടെ എന്ന് വിചാരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.